T20 ലോകകപ്പിന്റെ ആരവങ്ങൾ ഉയരാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ചുള്ള ചർച്ചകൾ ആഗോളതലത്തിൽ ചൂടുപിടിക്കുകയാണ്. യുവരക്തവും അനുഭവ സമ്പത്തും ഒത്തുചേർന്ന ഇന്ത്യൻ സംഘം കിരീടം തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുമ്പോൾ ആരായിരിക്കും ഇന്ത്യയുടെ തുറുപ്പുചീട്ട് ക്യാപ്റ്റൻ? സൂര്യകുമാർ യാദവോ അതോ വെടിക്കെട്ട് ഓപ്പണർ അഭിഷേക് ശർമ്മയോ? എന്നാൽ ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗ് ഇതിഹാസം എബി വില്ലേഴ്സിന് ഇക്കാര്യത്തിൽ മറ്റൊരു അഭിപ്രായമാണുള്ളത്. തന്റെ യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ വിശകലനത്തിൽ ഇന്ത്യയുടെ വിധി നിർണയിക്കുക സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയാകുമെന്ന് ഡിവില്ലിയേഴ്സ് പ്രവചിക്കുന്നു. പന്തുകൊണ്ടും ബാറ്റ് കൊണ്ടും കളിത്തിരിക്കാൻ കഴിവുള്ള ഹാർദിക്കിന്റെ സാന്നിധ്യം ടീമിന് നൽകുന്ന ബാലൻസ് മറ്റാർക്കും നൽകാനാവില്ലെന്ന് എബിഡി അടിവരയിടുന്നു. ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച നിരീക്ഷകരിൽ ഒരാളായ ഡിവില്ലിയേഴ്സ് ഇന്ത്യൻ ടീമിന്റെ ഘടനയെ വളരെ സൂക്ഷ്മമായാണ് വിലയിരുത്തിയത്. ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും നൽകുന്ന സ്ഫോടനാത്മകമായ തുടക്കം ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. എന്നാൽ ടൂർണമെന്റിന്റെ നിർണായക ഘട്ടങ്ങളിൽ ടീമിനെ തോളിലേറ്റുക ഹാർദിക് പാണ്ഡ്യയായിരിക്കും. അടുത്ത മാസം തുടങ്ങുന്ന T20 ലോകകപ്പിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവോ ഓപ്പണർ അഭിഷേക് ശർമ്മയോ ആയിരിക്കില്ല ഇന്ത്യയുടെ നിർണായക താരം. അത് ഹാർദിക് പാണ്ഡ്യയായിരിക്കും. പന്തുകൊണ്ടും ബാറ്റ് കൊണ്ടും ഒരേപോലെ കളിതിരിക്കാൻ കഴിയുന്ന ഹാർദിക് ടീമിന്റെ സന്തുലനത്തിന് നൽകുന്ന സംഭാവന വലുതാണ്, ഡിവില്ലിയേഴ്സ് പറഞ്ഞു. ഹാർദിക്കിനെ എതിരാളികൾ ഭയപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഏത് സാഹചര്യത്തിലും ബാറ്റ് ചെയ്യാനും ഏത് ഘട്ടത്തിലും പന്തെറിയാനും അവനാകും. അവൻ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ തന്നെ എതിരാളികൾ ഭയപ്പെടും. എത്രയും വേഗം അവനെ പുറത്താക്കാനായിരിക്കും അവരുടെ ശ്രമം. കാരണം ഹാർദിക് ക്രീസിൽ 3-4 ഓവർ നിന്നാൽ കളി കൈവിട്ടു പോകുമെന്ന് അവർക്കറിയാം. ബൌളിംഗിലെ ഗോൾഡൻ ആം. ഹാർദിക്കിന്റെ ബാറ്റിംഗിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ ബൌളിംഗ് ഇമ്പാക്റ്റിനെയാണ് ഡിവില്ലിയേഴ്സ് കൂടുതൽ പ്രശംസിച്ചത്. കൂട്ടുകെട്ടുകൾ പൊളിക്കാനുള്ള ഹാർദിക്കിന്റെ കഴിവ് അപാരമാണ്. അവൻ പന്തെറിയാൻ എത്തുമ്പോഴും ബാറ്റിംഗിലെ അതേ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. എപ്പോൾ പന്ത് കയ്യിലെടുത്താലും വിക്കറ്റ് വീഴ്ത്താനുള്ള ഒരു പ്രത്യേക കഴിവ് അവനുണ്ട്. മധ്യ ഓവറുകളിൽ വിക്കറ്റ് വീഴ്ത്തി എതിരാളികളെ സമ്മർദ്ദത്തിലാക്കാൻ ഹാർദിക്കിന് സാധിക്കും. അവന്റെ സാന്നിധ്യം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് വലിയൊരു ആശ്വാസമാണ്, എബിഡി നിരീക്ഷിച്ചു. നഷ്ടമായവരെ ഓർത്ത് എബിഡി ഹാർദിക്കിനെ പുകഴ്ത്തുമ്പോഴും ടീമിൽ ഇടം ലഭിക്കാതെ പോയ ചില പ്രമുഖ താരങ്ങളെക്കുറിച്ചും ഡിവില്ലിയേഴ്സ് സംസാരിച്ചു. ഋഷഭ് പന്ത്, ശുഭ്മാൻ ഗിൽ, യശസ്വി ജയ്സ്വാൾ, ജിതേഷ് ശർമ്മ എന്നിവരുടെ അസാന്നിധ്യം ശ്രദ്ധേയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവരുടെ അസാന്നിധ്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. നിർഭാഗ്യം കൊണ്ടാണ് അവർക്ക് ലോകകപ്പ് ടീമിൽ ഇടം ലഭിക്കാതെ പോയത്. അവർ മികച്ച താരങ്ങളാണ്. എന്നാൽ ടീമിൽ ഇടം നേടിയ താരങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തനായി തലയുയർത്തി നിൽക്കുന്നത് ഹാർദിക് പാണ്ഡ്യയാണ്. മറ്റാരേക്കാളും ഉപരിയായി ഹാർദിക്കിന് ലോകകപ്പിൽ നിർണായക റോളുണ്ടാകുമെന്ന് ഉറപ്പാണ്, ഡിവില്ലിയേഴ്സ് വ്യക്തമാക്കി. വിജയ് ഹസാരയിലെ രുദ്രതാണ്ഡവം. ഡിവില്ലിയേഴ്സിന്റെ പ്രവചനത്തിന് ശക്തി പകരുന്ന പ്രകടനമാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ ഹാർദിക് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിജയ് ഹസാരെ ട്രോഫിയിൽ ബറോഡയ്ക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ ബാറ്റിംഗ് വെടിക്കെട്ട് ലോകകപ്പിന് മുന്നോടിയായുള്ള ഒരു മുന്നറിയിപ്പാണ്. വിദർഭയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ ലിസ്റ്റ് ക്രിക്കറ്റിലെ തന്റെ കന്നി സെഞ്ചുറിയാണ് ഹാർദിക് കുറിച്ചത്. 62 പന്തിൽ 66 റൺസ് എന്ന നിലയിൽ നിൽക്കെയാണ് ഹാർദിക് ഗിയർ മാറ്റിയത്. പിന്നീട് കണ്ടത് ഒരു കൊടുങ്കാറ്റായിരുന്നു. അടുത്ത 6 പന്തിൽ 5 സിക്സറും 1 ബൗണ്ടറിയും നേടി അദ്ദേഹം അതിവേഗം സെഞ്ചുറിയിലേക്ക് കുതിച്ചു. ഈ ഇന്നിംഗ്സ് ഹാർദിക്കിന്റെ ഫിറ്റ്നസും ഫോമും തെളിയിക്കുന്നതാണ്. ഇന്ത്യയുടെ സാധ്യതകൾ. ക്യാപ്റ്റൻ എന്ന നിലയിൽ സൂര്യകുമാർ യാദവിനും ഓപ്പണർമാരായ സഞ്ജുവിനും അഭിഷേകിനും വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്നാൽ ടീമിന്റെ എഞ്ചിൻ എന്ന് വിശേഷിക്കാവുന്നത് ഹാർദിക് പാണ്ഡ്യയെയാണ്. 6ാം ബൗളറുടെ റോളും ഫിനിഷറുടെ റോളും ഒരേ സമയം ഭംഗിയായി കൈകാര്യം ചെയ്യാൻ ഹാർദിക്കിന് സാധിച്ചാൽ ഇന്ത്യയെ തടയാൻ ലോകകപ്പിൽ മറ്റൊരു ടീമിനും സാധിക്കില്ല. എബി ഡിവില്ലിയേഴ്സിനെ പോലൊരു ഇതിഹാസം ഹാർദിക്കിനെ എക്സ് ഫാക്ടർ എന്ന് വിളിക്കുമ്പോൾ അത് വെറുമൊരു വാക്കല്ല. ഹാർദിക്കിന്റെ തിരിച്ചുവരവും ഫോമും ലോകകപ്പിൽ ഇന്ത്യയുടെ വിധി മാറ്റിയെഴുതുമെന്ന് ഉറപ്പാണ്.